ഒരു സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രൈ അല്ല, ഒരു മെഴുക്ക് വരട്ടി. നല്ല ടേസ്റ്റാണ്. ഇത് സോയാബീൻ ആദ്യം, ഇത് കുഞ്ഞ് സോയാബീനാണ് കേട്ടോ, ചെറിയൊരു കടലയുടെ അത്രേ ഉണ്ടാവുള്ളൂ. അതിനെ ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുതിർത്ത് വെക്കണം. കാരണം അതിനൊരു മണം ഉണ്ടാവും. അപ്പോൾ അത് ഒരു 3-4 പ്രാവശ്യം നമ്മൾ നല്ലോണം പിഴിഞ്ഞ് കളയണം. വേറെ വേറെ വെള്ളത്തിൽ ആദ്യം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് അതിനെ പിഴിഞ്ഞ് കളയുക. ഇത് നല്ലപോലെ പിഴിഞ്ഞ് എടുക്കണം കേട്ടോ. ഒരു പറ്റുന്ന പോലെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലോണം പിഴിഞ്ഞെടുക്കണം. ചക്കര ടാറ്റ പോവാണോടാ? എവിടേക്കാ പോണേ? ആണോ? അവിടെ ആരാ ഉള്ളത്? ആ, പിന്നെ ഉണ്ടോ? ഓക്കെ. ഇതുപോലെ ഇത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ ഒരു മണം പോവുള്ളൂ. വീട്ടിൽ ചക്കരയിൽ നമ്മുടെ വീട്ടിലേക്ക് പോവണോ? മംഗലാംകുന്നിരിക്കോ? ആ, ഇന്ന് എൻ്റെ ചക്കര അവളുടെ അമ്മയുടെ വീട്ടിൽ മംഗലാംകുന്നിലേക്ക് പോവുകയാണ് അല്ലേ? ആ, ആയി. ചക്കര റെഡിയായോ മംഗലാംകുന്നിലേക്ക് പോവാന്? ആ, പോയിട്ട് എപ്പോഴാ വരിക? എപ്പോഴോ വരുമോ? എങ്ങനെയാ പോണത്? കാറിലാണോ? കാറിൽ പോവണോ? ആ, അപ്പൂപ്പനോടും അമ്മൂമ്മയോടും എല്ലാവരോടും അന്വേഷണം പറയണേ. ഓക്കെ. ഇതിൽ ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഈ സോയയുടെ ഒരു ഇത് മണം മാറാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ചേർക്കണം നല്ലത്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി, ഒരു 2 ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി മുറിച്ചത്, കുറച്ച് തേങ്ങ, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എൻ്റെ ഓൾ ഇൻ വൺ മസാല, അതെൻ്റെ ചാനലിലുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ, അതൊരു ട്രിക്കാണ് കേട്ടോ, എൻ്റെ ഒരു ടിപ്പാണ്. ഒരു ബട്ടർ ആദ്യം ഇട്ടിട്ട് നമ്മൾ അതിൽ ഈ സോയ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്താൽ, ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ആ മണം പോവും, അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറും. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, കാരണം വെറും ബട്ടർ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ ചേർക്കുക. ഇതിലാദ്യം ഇഞ്ചിയും വെള്ളുള്ളിയും ബട്ടറിൽ ചേർത്തു. അതൊന്ന് ചുവന്ന് വരുമ്പോൾ പിന്നെ സോയ ചേർത്തിട്ട് വഴറ്റാം. പിന്നെ ഉള്ളിയും ചേർത്തു. ഉള്ളി ഒന്ന് ഒരു ബ്രൗണൊന്നും ആവണ്ട, ഒരു കളർ ചേഞ്ച് വരുമ്പോൾ അതിൽ സോയയും കൂടി ചേർത്ത് വഴറ്റാം. ഇതിൽ എടുത്തു വെച്ച എല്ലാ മസാലകളും ഇതിലേക്ക് ഇടാം. ഇനി അതിൽ സോയയും ഉരുളക്കിഴങ്ങും ചേർത്തു. ഒരു 2 മസാല ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്, എന്നാലാണ് അതിന് ശരിക്കും ഒരു ടേസ്റ്റ് വരിക. ക്യൂബ് പൊടിച്ച് ചേർത്തു. പിന്നെ ഈ ക്യൂബിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് പിന്നെ ഇത് അധികം ചേർക്കരുത്, ഉപ്പ് അധികം ചേർക്കരുത്. അതിൽ നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. കുറച്ചൊന്ന് വെള്ളം തെളിക്കേ വേണ്ടൂ കേട്ടോ, ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവാനുള്ള അത്രയും. ഇത് മസാല കുറച്ച് കുറവാണോ എന്നൊരു സംശയം, അപ്പോൾ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഈ മസാല നല്ല മസാലയാണ്, ഓൾ ഇൻ വൺ മസാല. എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ, ഷോർട്സിലായിട്ടിരിക്കുന്നത് തോന്നുന്നു. അതൊന്ന് കണ്ടിട്ട് അത് ചേർത്തുണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഒരു സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അങ്ങനെ ചക്കരയും അമ്മിയും റെഡിയായി മംഗലാംകുന്നിലേക്ക് പോവാൻ. അല്ല ചക്കരേ? ആ, കുറച്ച് ആയി, പക്ഷെ പോരാ, ഒരു 5 മിനിറ്റും കൂടി വെക്കണം. ഞങ്ങളുടെ അവിടെ കൽപ്പാത്തി തേരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര ഉത്സവമാണ് ഞങ്ങളുടെ നാട്ടിൽ, പാലക്കാട് കൽപ്പാത്തി തേര്.
ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനൊരു 1/2 സ്പൂണ് സോയാ സോസും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല ടേസ്റ്റ് വരും ഇത്. തേങ്ങ ചിരവിയതും കൂടി ചേർത്തു. ഇത് ലാസ്റ്റ് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ നമ്മൾ കുറച്ച് നേരമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ പച്ച തേങ്ങ ആകുമ്പോൾ കേട് വന്ന് പോകും. അത് കാരണം ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു 2-3 മിനിറ്റ് മുമ്പ് തേങ്ങ ചേർക്കും. പിന്നെ സോയ റെഡിയായി. നല്ല ടേസ്റ്റുള്ളതാണ്. ശരിക്കും നല്ലൊരു ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തു. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, അത് ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമല്ല, അവർ ചേർക്കണ്ട. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. നല്ല ടേസ്റ്റുള്ളതാണ്, കാണാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും, ഷെയറും ലൈക്കും എല്ലാം ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.